ഇന്ന് ഓരോ സെക്കൻഡും ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 25,000-ഓളം ട്രെയിനുകൾ ഇന്ത്യയുടെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സ്പർശിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഇടതടവില്ലാതെ. ഓരോ നിമിഷവും നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഇന്ത്യയുടെ പോലെ വൈവിധ്യമായ ആളുകളും ഭൂപ്രദേശവും കൾച്ചറും കാഴ്ചപ്പാടുമുള്ള ഒരു രാജ്യത്ത് നിരന്തരമായ അപകടങ്ങളോ അട്ടിമറികളോ ഇല്ലാതെ ഇത്ര ബൃഹത്തായ ഒരു സിസ്റ്റം നടത്തിക്കൊണ്ടു പോവുക എന്നത് ദുഷ്കരമാണ്. അവിടെ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് യാത്രക്കാരെ സുരക്ഷിതരായി എത്തിക്കുക മാത്രമല്ല റെയിൽവേ ചെയ്യുന്നത്. നാളെയുടെ ഇന്ത്യൻ ട്രെയിനുകളെ മുന്നിൽ കണ്ട് വികസിത രാജ്യത്തെ റെയിൽ യാത്രയെ പുനർനിർവചിക്കാൻ തക്കവിധം ഇന്ത്യക്കാരെ അസാധാരണമായി സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 55 വയസ്സിൻ്റെ ചെറുപ്പമുള്ള സാക്ഷാൽ അശ്വിനി വൈഷ്ണവ്. 4 വർഷത്തിലധികമായി ഇന്ത്യൻ റെയിൽവേയെ നയിക്കുന്ന മനുഷ്യൻ. ചെയ്യുന്ന പണിയിൽ നല്ല ധാരണയുള്ള ഒരാൾ. അതങ്ങനെയല്ലേ വരൂ. കാരണം അർദ്ധപട്ടിണിക്കാരൻ്റെയും നിരക്ഷരപാവങ്ങളുടെയും അജ്ഞത മുതലെടുത്തും പൊതുമുതൽ നശിപ്പിച്ചും നക്കാപ്പിച്ച കമ്മീഷനടിച്ചും കാശുണ്ടാക്കാനായി പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്ത ക്രിക്കറ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ല അശ്വിനി വൈഷ്ണവ്. ജോധ്പൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഗോൾഡ് മെഡലോടെ എഞ്ചിനീയറിംഗ് ബിരുദം. IIT കാൺപൂരിൽ നിന്നും M.Tech. ദേശീയതലത്തിൽ 27ാം റാങ്കോടെ IAS. പിന്നെ ഒഡീഷ കേഡറിൽ സിവിൽ സർവീസിലേക്ക്. ഒറീസയിലെ ബാലസോറിലും കട്ടക്കിലും ജില്ലാ കളക്ടർ. 2003 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഡെപ്യൂട്ടി സെക്രട്ടറി. 2006 അന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ജ്ഞാനവും ബോധവും നേതൃശേഷിയും അതിരില്ലാത്ത മനുഷ്യപ്പറ്റും വ്യക്തമായ ദീർഘവീക്ഷണവും അസാധാരണ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും എല്ലാം ചേർന്ന് ആധുനിക ഇന്ത്യയുടെ ക്യാബിനറ്റിൽ ഇരിക്കാൻ യോഗ്യനായ ഒരാൾ. അതാണ് അശ്വിനി വൈഷ്ണവ്. അത്തരത്തിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു കരിയറുള്ള അശ്വിനി വൈഷ്ണവ് ഇന്ന് ഇന്ത്യയുടെ 39ാമത് റെയിൽവേ മന്ത്രിയാണ്. ഇദ്ദേഹം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുമാണ്, IT മിനിസ്റ്ററുമാണ്. മൾട്ടിപ്പിൾ വകുപ്പുകളെ അസാധാരണ കൈയടക്കത്തോടെ കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ മിനിസ്റ്റർ. അങ്ങനെ പറയാൻ കാരണം രാഷ്ട്രീയത്തിൻ്റെ അർത്ഥം മാറ്റിയെഴുതുന്ന കാലമാണിത്. രാഷ്ട്രീയക്കാരൻ്റെ ഗുണം പുനർനിർവചിക്കുന്ന കാലമാണ്. ഭരണ നേതൃത്വത്തിൻ്റെ കഴിവ് ജനം പുനരാലോചിക്കുന്ന കാലമാണ്. അങ്ങനെയൊരു സമയത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ റെയിൽവേയെ അതിവേഗം വളരാനും ഇന്നവേഷൻ കൊണ്ടും ആധുനികത കൊണ്ടും വരുമാനം കൊണ്ടും മുന്നേറാനും അണിയറയിൽ ഒരുക്കിയ പ്ലാനിംഗ് മാത്രം മതി അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നയാളുടെ ഭാവി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ.